തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ഇരിക്കുക അല്ലേ? തമ്പുരാൻ്റെ വചനം കേൾക്കാൻ. തമ്പുരാൻ ഇന്ന് എന്താ നമ്മളോട് പറയണേ? ഞാൻ ഇന്ന് ഏത് മേഖല അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഏത് വേദനയാ ഇന്ന് പരിശുദ്ധാത്മാവ് കണ്ടേ? ഇങ്ങനെയൊക്കെ അറിയാനാ അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സാധാരണ ഡെയിലി ബൈബിൾ വായിക്കും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ബൈബിൾ വായന ഇല്ലാത്ത ദിവസം ഉണ്ടാവാറില്ല. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം, അതായത് അത്ര അത് പ്രശസ്തമായൊരു ഭാഗമൊന്നുമല്ല, എൻ്റെ മനസ്സിലിങ്ങനെ ടച്ച് ചെയ്തു വായിച്ചു കൊണ്ട് പോയപ്പോൾ. അപ്പം ഞാൻ വീണ്ടും വായന കടന്നു പോയെങ്കിലും തിരിച്ച് ആ ഭാഗം തന്നെ വായിച്ചു. ആ ഭാഗം വായിച്ചു, അങ്ങനെ വിട്ടു. എന്തോ അതിലൊരു മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ വായനയുടെ സമയം കഴിഞ്ഞു, ഞാൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ വേറൊരു സ്ഥലത്തായിരിക്കുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി തരാം, ആ വചനമില്ലേ, ആ വചനം പറയാനുള്ളതാ, ആ വചനം പറയാനുള്ളതാ. അത്രയും മാത്രമേ എനിക്കപ്പോൾ പറഞ്ഞു തന്നുള്ളൂ, ആ വചനം പറയാനുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും ആ വചനം പോയിരുന്ന് വായിച്ചു. വായിക്കുമ്പോഴും എനിക്ക് അത് അത്ര പ്രധാനപ്പെട്ട ഒരു വചനമാണെന്ന് എനിക്ക് തോന്നിയില്ലേ. പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു ഭാഗം അങ്ങനെയല്ല അത്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിലൂടെ എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ വചനഭാഗം ഇതാണ്: 2 മക്കബായർ 6-ാമത്തെ അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യം. എല്ലാ വാചകവും ഒരുമിച്ച് വായിക്കേണ്ട, 12 മാത്രം ആദ്യം വായിച്ചാൽ മതി. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാസരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല, നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മക്കബായരുടെ പുസ്തകത്തിൽ അത്രയ്ക്കും നമ്മൾ മതപീഡനം അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ വരണേ. ജസ്റ്റ് നമ്മളങ്ങനെ വായിച്ചു വിടുള്ളൂ. ആ കാലഘട്ടത്തിലൂടെ നമ്മുടെ പൂർവ്വപിതാക്കൾ കടന്നുപോയി എന്നൊരു ബോധ്യം, പിന്നെ അവരുടെ വിശ്വാസം. ഈ 6-ാമത്തെ അധ്യായത്തിൽ മതപീഡനം എന്നാണ് അതിൻ്റെ ഹെഡിങ്. അത് കഴിഞ്ഞിട്ട് എലയാസറിൻ്റെ രക്തസാക്ഷിത്വം എന്നാണ് പിന്നത്തെ ഭാഗം. അതിൻ്റെ ഇടയിലുള്ളൊരു കൊച്ചു പോർഷനാണ് എന്നെക്കൊണ്ട് ശ്രദ്ധിപ്പിച്ചത്. ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനിൽ ബൈബിൾ വായിച്ചതാണ്, ഓർഡറായിട്ട് ഇങ്ങനെ വായിച്ചു പോവും. ആ ഭാഗമാണ് ഞാൻ വായിച്ചത്. പക്ഷെ വായിച്ചപ്പോൾ എന്തോ അത് എന്നെക്കൊണ്ട് അങ്ങനെ വരച്ചിടിപ്പിച്ചു. ഞാൻ വരച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് പറയാനുള്ളതാണെന്ന്. അതിൻ്റെ ആദ്യത്തെ വചനം ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടു. ഈ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം, വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വചനം വെറുതെ നമ്മൾ വായിക്കുകയായിരിക്കും, ഡെയിലി വായിക്കണ പോലെ. അങ്ങനെ വായിക്കുമ്പോഴും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്ന ഭാഗം അത് വായിച്ചു പോകുമ്പോൾ നമ്മളെ സ്ട്രെസ് ചെയ്യണത്. അപ്പോൾ എപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ വചനം വായിക്കുകയാണെങ്കിലും ലൂക്ക 24:45 വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾക്ക് വേണം. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് തരണം. അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗീതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വചനം വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. ഒരു വചനോ 2 വചനോ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഗ്രഹിക്കാൻ, അത് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക്, ഞാനുമായി ഇടപഴകുന്ന മക്കളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ തക്കവിധം നമ്മുടെ മനസ്സ് തുറക്കപ്പെടണം. നമ്മുടെ മനസ്സ് തുറക്കപ്പെടണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയാണ്. ആ ഒരു കൃപ ലഭിച്ചാലാണ് ഒരു വചനോ 2 വചനോ നമ്മൾ കേൾക്കുമ്പോൾ അത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 10-ാം വചനം, 10, 11, 12 അങ്ങനെ പോകണം. അതിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം ഫലരഹിതമായി മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു,
അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. തമ്പുരാൻ്റെ ഒരു വചനം അങ്ങനെയാ. തമ്പുരാൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചേ തിരിച്ചു വരൂ. ഉദ്ദേശം നിറവേറ്റിയേ തിരിച്ചു വരൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് തന്ന ഈ വചനം ഇതത്ര ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമല്ല അല്ലേ? തമ്പുരാൻ എഴുതി വച്ചിരിക്കുന്നതാ. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കണം. ഇത് വെച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കണുണ്ടല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പോലും നടക്കണതൊക്കെ അനർത്ഥങ്ങളാണ്. എന്താ ഇങ്ങനെ എന്നെല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യം. ലോകം എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താ ഇങ്ങനെ പോണേ? അതായത് നമ്മൾ നല്ലതാന്ന് വിചാരിക്കുന്നത്, നല്ലവരാന്ന് കരുതുന്നവർ, അവിടെ നിന്നൊക്കെയാണല്ലോ ഇങ്ങനെ അനർത്ഥങ്ങൾ വരണേ അല്ലേ? മനുഷ്യ മനസ്സിനെ കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അത്. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം. പ്രത്യേകിച്ച് കുറച്ചൊക്കെ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ പോണവർക്കൊക്കെ ഇപ്പോഴും ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്താ ഇങ്ങനെ അനർത്ഥങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു കാലഘട്ടം. ന്യൂസ് നമ്മൾ കേട്ടാ അല്ലെങ്കിൽ ന്യൂസിന് വേണ്ടി നമ്മുടെ ഫോണോ നമ്മുടെ ടി വിയോ നമ്മൾ ഓണാക്കിയ കേൾക്കണതെല്ലാം എന്താ? അനർത്ഥങ്ങൾ മാത്രം. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്ത് കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാ. ഇത് വായിക്കുമ്പോൾ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനത്തിൻ്റെ ശിക്ഷണത്തിന്. അതായത് ഇങ്ങനെയൊരു അനർത്ഥ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തമ്പുരാൻ്റെ ഒരു ശിക്ഷണത്തിൻ്റെ കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശിക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണേ. അതിൻ്റെ അടയാള ഇന്ന് നമ്മൾ കാണണ കേൾക്കണ ഈ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തത്. അതായത് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങി ഏറ്റവും പ്രായമായവരിൽ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. ഡെയിലി ന്യൂസിൽ കേൾക്കണ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ശിക്ഷണ. ഇനി ഈ ശിക്ഷണം കൊടുക്കണതിന് തമ്പുരാൻ ഒരു പ്രത്യേകതയുണ്ട്. അത് അടുത്ത വചനത്തിൽ പറഞ്ഞു വെച്ചാണ്. അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നതിന് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. അതായത് അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന അനർത്ഥങ്ങളിൽ നമ്മൾ ഭഗ്നാശരാകേണ്ട കാര്യമില്ലല്ലോ. കാര്യമുണ്ടോ? അധർമ്മികളെ എന്തിനാണ് ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു കാരുണ്യത്തിന്റെ അടയാളമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ. കാരണം എന്താണെന്നറിയോ? അധർമ്മികളായ നമ്മൾ അല്ലേ, ഈ ലോകത്തിൻ്റെ അധർമ്മികളായ മക്കള് അവരുടെ തന്നിഷ്ടത്തിന് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെങ്കിലല്ലേ തമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വരുന്ന അനർത്ഥങ്ങൾ നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. ഈ ലോകത്തിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും അധികമാണ്. അത്രയും വലിയൊരു ശിക്ഷണത്തിന് നമ്മൾ വിധേയരാകാതിരിക്കാൻ, ഈ ലോകം വിധേയരാകാതിരിക്കാൻ വേണ്ടി കുറച്ച് പേരെ തമ്പുരാൻ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നല്ലേ. അങ്ങനെ ഒരു വിഭാഗം, ഏത് തിന്മയുടെ മധ്യത്തിലും ഒരു വിഭാഗം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും. എവിടെ, ഏത് സ്ഥലത്ത് നിങ്ങൾ എത്ര വലിയ അനർത്ഥങ്ങൾ നടന്ന സ്ഥലമാണോ പരിശോധിച്ചോ, അവിടെ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയരുന്ന, ഏറ്റവും ചെറുതാണെങ്കിൽ പോലും ഒരാലയമോ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആൾക്കാരോ ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഉണ്ടാകാമാവുന്ന വലിയ അനർത്ഥങ്ങൾ ഒഴിവാക്കി ഇന്ന് കാണുന്ന ഈ രീതിയിൽ അനർത്ഥങ്ങൾ തമ്പുരാൻ വരുത്തുന്നേ എന്നുള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കുന്നവരായ നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ച് തമ്പുരാൻ്റെ ആ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാനിൽ ആശ്രയിക്കണം. അല്ലാതെ അനർത്ഥങ്ങൾ കാണുമ്പോൾ എന്താ ഇങ്ങനെ, പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെ, ലോകം എന്താ ഇങ്ങനെ, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു
കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല എന്ന് തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന വചനഭാഗ സിസ്റ്റർ നിങ്ങളുടെ മുൻപിൽ പറയണേ. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന വചനം. അതിൻ്റെ ശേഷമുള്ള അടുത്ത വചനം, ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോട് കാത്തിരിക്കുന്നു. അതായത് ഇതര ജനങ്ങളെ എന്ന് വെച്ചാൽ തമ്പുരാനിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ തമ്പുരാൻ അറിയാത്തത് കൊണ്ട് വിശ്വസിക്കാതിരിക്കുന്നത്, അത് അതിൽ തന്നെ തെറ്റല്ല. അറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറിപ്പോകുന്നത്, എനിക്കറിയാം എൻ്റെ വഴി തെറ്റാണെന്ന്, ഞാൻ ഈ പോകുന്ന വഴി, ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ തുടർന്നു കൊണ്ടുപോകുന്ന വ്യക്തികളില്ലേ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? ഇതരജനം. തമ്പുരാൻ അറിയാതിരിക്കുന്ന മക്കൾക്ക് അതിൽ തന്നെ തെറ്റില്ല. പക്ഷെ നമ്മളൊക്കെ തന്നെയായി തെറ്റുകാർ, നമ്മളൊക്കെ തന്നെയായി ഇതരജനം. നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ എനിക്ക് അനർത്ഥമേ വരൂ എന്നറിഞ്ഞിട്ടും ഇതൊക്കെ ഇന്ന് സാധാരണയല്ലേ? അതല്ലേ എന്താ പറയുക, ലോകത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് പോകണം. എതിരെ നീന്താൻ എപ്പോഴും ഒഴുക്കിന് ഒപ്പം പോകാൻ എളുപ്പമാണ്, നമുക്കൊരു സ്ട്രെയിനും ഇല്ല അല്ലേ? അവിടെ നിന്നാൽ മതി, പോകേണ്ടടത്തേക്ക് പൊക്കോളും. പക്ഷെ എതിരെ നീന്തണമെങ്കിലോ പറ്റുമോ? ആ റിസ്ക് എടുക്കാൻ ഒരാളും തയ്യാറല്ല. പോണ വഴിക്ക് അങ്ങോട്ട് പോകും, എത്തണോടത്ത് എത്തിക്കോട്ടെ. എന്നിട്ട് സാഹചര്യത്തെ പഴിച്ച്, കാലത്തെ പഴിച്ച്, മാതാപിതാക്കളെ പഴിച്ച്, ജനിച്ച സാഹചര്യങ്ങളെ പഴിച്ച് നമ്മൾ ജീവിച്ചു തീർക്കും. നമ്മുടെ മുൻപിൽ തമ്പുരാനില്ലേ, എല്ലാ വഴികളും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. തമ്പുരാൻ വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ വചന വ്യാഖ്യാനങ്ങൾ ഇന്ന് ലോകത്തിനുണ്ട് ഇല്ലേ? ഇഷ്ടം പോലെ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടം പോലെ പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുണ്ട്. എന്നിട്ട് എന്തിയാ അതൊന്നും അതൊക്കെ തിരിച്ചറിയാതെ നമ്മൾ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇതര ജനതയാണ്, തമ്പുരാൻ അറിയാത്ത ജനതയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ഇല്ലാത്ത ജനത, തമ്പുരാൻ അറിയാത്ത ജനതയല്ല, തമ്പുരാൻ്റെ മുൻപിൽ ഇല്ലാത്ത ജനതയാണ് നമ്മൾ. അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചിരിക്കണമെന്ന് ആ വചനം പറയണേ. അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മളോട് ക്ഷമയോടെ കാത്തിരിക്കുന്നു. തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം എന്നെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നവരില്ലേ അവരെ. പിന്നെ പഴയ ആൾക്കാർ പറഞ്ഞ ഒരു വചനമില്ല, ഒരു പഴമൊഴി പോലെ ഇല്ലേ, ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവരെ പറ്റുമോ? ഇല്ല. ഇത് തന്നെ തമ്പുരാനിന്ന് നടന്നുകൊണ്ടിരിക്കണേ. തമ്പുരാൻ്റെ മുൻപിൽ ഇന്ന് അങ്ങനെയാണ് നമ്മൾ. അറിഞ്ഞിട്ട് അറിഞ്ഞില്ല എന്ന് നമ്മൾ ഭാവിച്ച് നടക്കുക. അറിയാതെയാണ് അങ്ങനെ നടക്കണമെങ്കിൽ തമ്പുരാനൊരു കുഴപ്പമില്ല, എളുപ്പം രക്ഷിക്കാൻ പറ്റും. പക്ഷേ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഇതര ജനം എന്ന് തമ്പുരാൻ്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനും, സന്യസ്തരും, വൈദികരും, അൽമായരും എല്ലാവരും തമ്പുരാൻ്റെ വഴികൾ ഇന്ന് എല്ലാ കാര്യത്തിലും വ്യക്തമാണ്. പക്ഷേ ഇതൊന്നും അറിയില്ല എന്നുള്ള മട്ടിൽ നമ്മൾ ഈ ലോകത്തിനൊപ്പം നീന്തും, ഒഴുക്കിനെതിരെ നീന്തില്ല, ലോകത്തിനെതിരെ നീന്തില്ല. അങ്ങനെ വരുമ്പോൾ തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അതിൻ്റെ തികവിലെത്തിയിട്ട് തരാം. അതിന് മുമ്പുള്ള വചനം പറഞ്ഞു, തികവിലെത്തണേന് മുമ്പ് നമ്മളെ പിടിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വഴി നമുക്ക് കറക്ഷനുകളോ തെറ്റാണ് എന്ന് പറഞ്ഞു തരലോ തിരുത്തലുകളോ ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ കാരുണ്യ. ആ കാരുണ്യത്തിൽ ആശ്രയിക്കേണ്ടത്. തമ്പുരാൻ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ കരുണ. മരിക്കാൻ കിടക്കുന്ന വ്യക്തി ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും എൻ്റെ കരുണയിൽ, എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച അവനെ ഞാൻ രക്ഷിക്കും. തമ്പുരാൻ്റെ ഇത്രയും വലിയ കാരുണ്യമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ ഈ അനർത്ഥങ്ങളിലേക്ക് മാത്രമേ നോക്കുള്ളൂ അല്ലേ? അനർത്ഥങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. എന്നിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. അത്രയും ചെയ്യാനുള്ള മനസ്സേ നമുക്കുള്ളൂ. കാരണം തമ്പുരാൻ്റെ വഴികളൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുക, നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആദ്യം ഞാൻ വചനം പറഞ്ഞത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:45. ഈ വിശുദ്ധ ലിഖിതമൊക്കെ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ മനസ്സ് തുറക്കണം. പരിശുദ്ധാത്മാവിനെ അത് പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് തുറക്കണം. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. എന്താ ഇന്ന് കാലഘട്ടത്തിൽ നടക്കണേ? ഇതൊന്നും തമ്പുരാൻ അജ്ഞാതമായിരുന്നില്ല.
ആയിരുന്നില്ല. തമ്പുരാൻ ഇതൊക്കെ വചനത്തിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതര ജനതയായി മാറി നിന്ന, ഒന്നും അറിയാത്തവരെ പോലെ നടന്ന നമുക്കിതൊക്കെ അനർത്ഥങ്ങളായിട്ട് തന്നെ മനസ്സിലാവുള്ളൂ. തിരിച്ചു വരാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാ വിഭാഗക്കാർക്കും ബാധക. ചെറിയ കുട്ടി തുടങ്ങി പ്രായമായവർ വരെ ഇത് ബാധക. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞ് തിരുത്തി ജീവിക്കണം. അതിനുള്ളൊരു കടമ തമ്പുരാൻ്റെ മക്കൾക്ക് ഉണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണ പോലെ ദൈവികമായ കാര്യങ്ങൾക്കുള്ള അറിവ് വേറെ ഒരു ജനതയ്ക്കും ലഭിക്കുന്നില്ല, വേറൊരു മക്കൾക്കും ലഭിക്കുന്നില്ല. ഇത്രയും നമ്മൾക്ക് ലഭിച്ചിട്ടും ലോകത്തെ പഴിച്ച് അനർത്ഥങ്ങളെയും പഴിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ ഇതര ജനത്തിൽ പെടുത്തി പ്രതികാരത്തിന് വേണ്ടി തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഇതിലും വലിയ അനർത്ഥങ്ങളൊക്കെ ലോകത്തിൽ നമ്മൾ കാണേണ്ടി വരും നമ്മുടെ കൺമുൻപിൽ. അതേസമയം തമ്പുരാനെ അറിഞ്ഞൊന്ന് തിരിഞ്ഞാൽ തമ്പുരാൻ വലിയ കാരുണ്യം കാണിച്ച് നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കും. ഇനി അടുത്ത വചനം. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മോട്, ഈ നമ്മോടെന്ന് പറയുന്നത് ആരോടാണെന്നറിയോ? ഇതൊക്കെ അറിഞ്ഞ് തമ്പുരാൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന മക്കൾ. അത് ക്രിസ്ത്യാനികൾ മാത്രമാവണം എന്നില്ല. തമ്പുരാൻ്റെ ശക്തി അറിഞ്ഞ് തമ്പുരാൻ്റെ കാരുണ്യത്തിൽ ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവരോടൊക്കെ തമ്പുരാൻ കരുണയോടെ വർത്തിക്കുള്ളൂ. അവരോടൊക്കെ കരുണയോടെ വർത്തിക്കുള്ളൂ. ഒരു പക്ഷേ തമ്പുരാൻ അറിഞ്ഞവരാണ് എന്ന് വിചാരിച്ച് നടക്കണ നമ്മളോടായിരിക്കും തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവുക, പാപത്തിൻ്റെ പൂർത്തിയിൽ അതിൻ്റെ ഫലം തരാനായിട്ട്. ഇനി ഈ ഒരു നമ്മൾ പാപപാരമ്യത്തിലെത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തമ്പുരാൻ ഈ കാരുണ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? പാപത്തിൻ്റെ പാരമ്യത്തിലെത്തി പ്രതികാരത്തിന്, അതായത് പാപത്തിൻ്റെ പാരമ്യത്തിലെത്തിയ പ്രതികാരമാണ് തമ്പുരാൻ ഇന്ന് വരാം. അല്ലെങ്കിലും തമ്പുരാൻ്റെ രണ്ടാം വരവില്ലേ, രണ്ടാം വരവ് ശരിക്കും പ്രതികാരത്തിനാണ്. പ്രതികാരം തമ്പുരാൻ്റെ പ്രതികാരമല്ല, ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചതിന് നമുക്കുള്ളൊരു ഉത്തരം. അതായത് നീതിയുടെ വിധിയാളനായിട്ട് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വരിക, വിധിയാളനായിട്ട്. അത് രണ്ടാം വരവല്ല. നമ്മൾ മരിക്കണ സമയമില്ലേ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ മുൻപിൽ കാണുന്ന തമ്പുരാനില്ലേ, അത് വിധിയാളനാ, അത് വിധിയാളനാ. അവിടെ കരുണയില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന മൊമെൻ്റ് വരെ ഒരു മനുഷ്യ വ്യക്തിക്ക് കരുണ ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞ കരുണയല്ല, നീതിയാണ്, തമ്പുരാൻ്റെ നീതി. ആ നീതിയുടെ മുൻപിൽ നിൽക്കാനാ ഇന്ന് നമ്മൾ ജീവിക്കണേ, ഇന്ന് നമ്മൾ പരിശ്രമിക്കണ്ടേ. ഇന്ന് നമ്മുടെ ഓരോ പ്രവൃത്തിയും തമ്പുരാൻ്റെ വിധിയാളനായ ആ നീതിമാൻ്റെ മുൻപിൽ നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാൻ അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്ത് ഇത്രയും അനർത്ഥങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ഓപ്പോസിറ്റായാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും പണിപ്പെട്ടു, പക്ഷേ ഒന്നും നടന്നില്ല. അതിനുവേണ്ടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല, എന്നിട്ടും ഞാൻ ഇതിലെ തന്നെ പോകുന്നു. ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ. പലപ്പോഴും ഞാൻ തന്നെ ചില സാഹചര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഞാനൊരു ചെറിയ കാര്യം ഒന്ന് മാറ്റി ചെയ്ത് അപ്പം തന്നെ എനിക്ക് പണി കിട്ടും. എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഞാൻ ബാക്കി നോക്കുന്നവർ അവരെങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും എൻ്റെ മുൻപിൽ വരുന്ന ഒരു ഇതാണ്, എനിക്ക് തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കണമെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ചെറിയ കാര്യത്തിൽ വ്യത്യാസം വരുത്തുമ്പോൾ ഞാൻ പേടിക്കും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് ഞാൻ ആ കാര്യം വ്യത്യാസപ്പെടുത്താതെ മാക്സിമം ചെയ്യാൻ നോക്കും. അപ്പം എൻ്റെ കൂടെയുള്ളവർ മുഴുവൻ വ്യത്യാസമായി ചെയ്യുന്ന അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് പണി കിട്ടി, അവർ ചെയ്തു, അവരൊരു കുഴപ്പമില്ലാതെ പോണു. അങ്ങനെയുള്ളൊരു ചിന്തയ്ക്കും അത് പലപ്പോഴും എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എന്തോ എന്നെ പറയാൻ തോന്നിപ്പിച്ച് അതുകൊണ്ട് പറയണം. നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കി പറയില്ലേ, നമ്മുടെ കൂടെയുള്ളവർ, അപ്പുറത്തെ വീട്ടുകാരെ, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാ കാര്യം ചെയ്തിട്ടും നമുക്ക് പണി മാത്രമേ ഉള്ളൂ, പണി കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അതൊന്നുമില്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് നടക്കുന്ന മക്കൾ സുഖമായി മുന്നോട്ട് പോകണം. അതിനുള്ളൊരു ഉത്തരമാണിത്. അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും പിൻവലിക്കില്ല. അതായത് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇവിടെ പറയണില്ലേ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല പ്രവർത്തിച്ച, ആ നമ്മൾ എന്ന് പറയുന്നത് തമ്പുരാനോട് ചേർന്ന് നിൽക്കണ മക്കൾ, അവരോട്
വർത്തിക്കുന്നത് ഇപ്രകാരമല്ല. ശരിയാണ്, ഇപ്രകാരമല്ല. ഇങ്ങനെയാണ് നമ്മളോട് വർത്തിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലെ അപ്പം തന്നെ കൊട്ട്, അല്ലേ? അങ്ങനെയായിരിക്കും നമുക്ക്. അപ്പോൾ അതിന് തമ്പുരാനൊരു ലക്ഷ്യമുണ്ട്. എന്താ? ഇതിൻ്റെ പൂർത്തിയിലെത്തിയ മോളെ നിന്നെക്കൊണ്ട് താങ്ങില്ല, അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ കൊട്ടി നിന്നെ നിർത്തണതാ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു വെളിച്ചം നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ദൈവിക അനുഭവങ്ങളാകും. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചങ്കുറ്റത്തോടുകൂടി നിന്ന് പറയാൻ പറ്റും ഞാൻ ഇങ്ങനെയാണെങ്കിലും എൻ്റെ തമ്പുരാന്. റോമ 8:28 വചനത്തിൻ്റെ അഭിഷേകം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതിയായി വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം എന്ന് പറയാൻ പറ്റണം. തീക്കനലിൽ ചവിട്ടി നിന്നുകൊണ്ട് അങ്ങനെയാകും എന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിലില്ലേ, ഈ വചനം നമ്മളിൽ അന്വർത്ഥമാണ്. തമ്പുരാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതിൻ്റെയൊക്കെ അഭിഷേകത്തിലാണ് നമ്മൾ ജീവിക്കണേ. അതിൻ്റെ അവകാശികളാണ് നമ്മളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മളെ തന്നെ വിലയിരുത്തണം. ഞാനിങ്ങനെ മറ്റുള്ളവരെ നോക്കി വിലപിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും ഒരു സങ്കടം കൊണ്ട് നടക്കുന്ന ആളാണോ? ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് മാത്രമല്ല ഇത്രയുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അവിടെ എനിക്ക് തിരുത്തല്ല, അവിടെ എന്നെ പിടിക്കില്ല, എനിക്ക് പണി തരല്ല, അങ്ങനെയൊക്കെ ചിന്തയുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മളോട് പറയാം, അവിടെ നിന്ന് ഒരിക്കലും കാരുണ്യം എൻ്റെ മക്കളിൽ നിന്ന്, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കളിൽ നിന്ന് ഒരിക്കലും കാരുണ്യം പിൻവലിക്കില്ല. അതെൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൽ വലിയത് വരുമ്പോൾ താങ്ങാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ട് നേരത്തെ എന്നെ തിരുത്തി കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈസിയായിട്ട് നടന്നു പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ നടന്നു പോയവരാ വിശുദ്ധർ. ആദ്യമൊക്കെ വിശുദ്ധർ സിസ്റ്റേഴ്സ് അച്ഛന്മാരോ കുറേ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അൽമായരാണ് അതുപോലെ ഉയർന്നു തന്നെ, അല്ലേ? ആണ്. ഇപ്പോൾ കാർലോക്കിറ്റസിനെയൊക്കെ വിശുദ്ധനാക്കാൻ പോവല്ലേ? നോക്ക്, ഇങ്ങനെ ജീവിച്ചാൽ മതി വിശുദ്ധരാവാൻ. വലിയ കാര്യമൊന്നും ആവശ്യപ്പെടുന്നുമില്ല. സാധാരണ ജീവിതത്തിൽ തമ്പുരാൻ്റെ വചനങ്ങളുടെയൊക്കെ അഭിഷേകം കൊണ്ട് ആ തമ്പുരാൻ ഹൃദയം തുറക്കുമ്പോൾ, ലൂക്ക 24:45 അഭിഷേകത്തിൽ ഹൃദയം തുറക്കുമ്പോൾ വചനത്തിൻ്റെ പൊരുളൊക്കെ ഇങ്ങനെ തുറന്നു കിട്ടും. ഇത് പേഴ്സണലായി ഓരോരുത്തർക്കും തരുന്നതാ, എല്ലാവർക്കും തരും. തമ്പുരാൻ്റെ മുഖനോട്ടില്ല. പരിശുദ്ധാത്മാൻ പ്രത്യേകിച്ച് വിളിച്ചാൽ മതി, കാരുണ്യത്തിലൊന്ന് ആശ്രയിച്ചാൽ മതി, എല്ലാവർക്കും തരുമ്പോൾ തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലേ? അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് നേടിയെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ട് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ട് നമ്മളിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് കളി, ഗെയിമാണോ ഇൻട്രസ്റ്റ്, അതവരുടെ ഇൻട്രസ്റ്റാണ്. അവർക്ക് അതല്ല വലുത് എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ, അഭിഷേകം ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുപോലെ യൂത്തിന് തങ്ങ പോണ വഴി ശരിയല്ല എന്ന് മനസ്സിലാവും. ഇനി നമ്മൾ പോണ വഴി ശരിയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആരെങ്കിലും വഴിയായിട്ട് നമുക്ക് തിരുത്തൽ തരും. ഇപ്പോൾ യൂത്തൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബൈക്കുമേന്ന് ചെറിയൊരു വീഴ്ച. ഇത്രയും ഉണ്ടായുള്ളൂ, കാലൊന്ന് ഉരഞ്ഞു പൊട്ടി. അതിപ്പോൾ സാരില്ല, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതവിടെ തമ്പുരാനൊന്ന് തട്ടിയതാ. നീ പോണ വഴി ശരിയല്ല, നിൻ്റെ കൂട്ടുകെട്ട്, നിൻ്റെ ബന്ധങ്ങൾ ശരിയല്ല എന്ന് തമ്പുരാൻ കാണിച്ചു തന്നതാ. ഇത് തിരിച്ചറിയാൻ പറ്റിയാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ദൈവഹിത പ്രകാരം. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല. സാധാരണ പോലെ ഇന്ന് നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ ജനങ്ങൾക്ക് കേട്ടോ, ഞാൻ മറ്റ് ജനതകളെ ക്രിസ്ത്യൻസിനെ എടുത്തു പറയണത് എന്താണെന്നറിയോ, ഇതുപോലെ ദൈവിക അനുഭവവും ദൈവിക കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ജനത വേറെ ഇല്ല. എന്നിട്ട് പോലും ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ സാധാരണ സംഭവങ്ങളായിട്ട് കാണും. പരിശുദ്ധാത്മാവ് ഓരോ കാര്യത്തിലും ഓരോ വെളിപ്പെടുത്തല. പക്ഷേ അത് സാധാരണ നാച്ചുറലായിട്ട് അങ്ങനെ വരും. ബൈക്ക് എടുത്ത് പോയാൽ എപ്പോഴെങ്കിലുമൊക്കെ വീഴണ്ടേ? വേണം. നന്നായി പഠിക്കണവരെ അങ്ങനെ ഉണ്ടാവും, പഠിച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നേ പറയുള്ളൂ. പക്ഷെ തമ്പുരാനിൽ ആശ്രയിച്ചിട്ട് പോയാൽ ആ വീഴലുണ്ടാവില്ല. ഇങ്ങനെ നമ്മളായിട്ട് തിരുത്തിയില്ലെങ്കിൽ ആരെങ്കിലും വഴിയും ദൈവം തിരുത്തും. അതും ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. അതും തിരിച്ചറിയാതെ പോകുമ്പോഴാണ് അതിലും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും രോഗാവസ്ഥയോ അപകടങ്ങളോ ഏതെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ട് തരും.
തിരിച്ചറിയാൻ വേണ്ടി തരണതാ. അത് സ്വന്തം ജനത ആയതുകൊണ്ടാണ്. എന്നിട്ടും പറ്റിയില്ലെങ്കിലാണ് ശരിക്കുള്ള പിടുത്തം ദൈവം പിടിക്കുള്ളൂ. എത്ര ഓപ്ഷൻ ഇടണേ, എത്ര അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ തമ്പുരാൻ ഇടണേ. പക്ഷേ ഇല്ലേ, നമ്മുടെ ആർക്കും നാച്ചുറലാണ്. എല്ലാവരും നാച്ചുറലാണ്. ഞാൻ ഒരാളെ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ആളുമായിട്ടും പരിചയത്തിൽ വന്നത്, ഇതൊക്കെ നാച്ചുറലാണ് നമുക്ക്. പക്ഷെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ നാച്ചുറൽ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിനെക്കുറിച്ചൊക്കെ ഓരോ പദ്ധതിയുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ ഏതെങ്കിലും നെഗറ്റീവായ കാര്യത്തിലാണ് വന്നു പെടുന്നതെങ്കിൽ ഞാൻ കൊണ്ടു നടന്നത് പരിശുദ്ധാത്മാവിനെ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ വഴി തെറ്റിക്കില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ വീട്ടിൽ ചെന്ന് നന്നായി വായിക്കുക കേട്ടോ. 2 മക്കബായർ 6:12 തുടങ്ങി 16 വരെ നമ്മുടെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരാവചനം. ഇന്ന് കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അതിലൊക്കെ നമുക്ക് കണ്ടെത്താവുന്ന ഒരു ഉത്തര തമ്പുരാൻ ആ വചനത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാം. ലൂക്കായുടെ സുവിശേഷം 24:45 വചനം. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. എപ്പോഴെങ്കിലും ബൈബിളൊക്കെ തുറന്ന് വായിക്കുമ്പോൾ അതിൽ ഒരു വചനം കിട്ടി. എന്താ ആ വചനം എന്നോട് പറഞ്ഞ്? അത് നമ്മൾ ആലോചിക്കണം. ചിലരൊക്കെ വെറുതെ പള്ളികളിൽ കയറി ചെല്ലും, ബൈബിൾ കാണുമ്പോൾ ഒന്ന് എടുക്കും, അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ പോകണതിന് മുമ്പ് എടുക്കും. അവിടെ നിന്ന് നമ്മളോട് പറയണ വചനത്തിന് ഒരർത്ഥമുണ്ട്. അന്നത്തെ ദിവസം ആ വചനം അതിൻ്റെ ഉദ്ദേശം നിറവേറ്റണം. ഏശയ്യ 55:10 നമ്മളങ്ങനെയല്ലേ വായിച്ചേ? എൻ്റെ വചനം അധരങ്ങളിൽ നിന്ന് വെറുതെ പോകില്ല, അതതിൻ്റെ ഉദ്ദേശം നിറവേറ്റും. അന്ന് ഉദ്ദേശം നിറവേറ്റാനുള്ള വ്യക്തി ഞാനാ. അതുകൊണ്ട് ആ വചനം എനിക്ക് തന്നത്. ഇങ്ങനെ തിരിച്ചറിയാനുള്ളൊരു കഴിവില്ലേ, അത് നമ്മൾ നേടിയെടുക്കണം. ഇത് കഴിവല്ല, തമ്പുരാൻ്റെ കരുണയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. അപ്പം അങ്ങനത്തെ കൃപകൾ കിട്ടാനായിട്ട് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കണം. കൃപ കിട്ടിയാൽ മാത്രമേ ഇനി വരണ ഈ അനർത്ഥ കാലഘട്ടത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനത്തിൻ്റെ പൊരുളറിഞ്ഞ് വചനാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ നിങ്ങളെല്ലാവരെയും ശക്തരാകട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.